ഹലോ ആൻഡ് വെൽക്കം ടു പൊതുജനം കഴുതയല്ല സാർ. ഞാൻ ബി ദിലീപ് കുമാർ. ജനകീയ വിഷയങ്ങൾ നിറഞ്ഞ വാർത്താ പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ജനകീയ പ്രശ്നങ്ങളും ജനങ്ങൾ ചർച്ച ചെയ്യുന്നവയും ജനങ്ങളുടെ ശബ്ദവുമാണ് പൊതുജനം കഴുതയല്ല സാർ. ഓർക്കുക, ഇത് നമ്മുടെ ശബ്ദം, നമ്മുടെ ചിന്ത, നമ്മുടെ നിലപാട്. അധികാരികൾ കാണട്ടെ, കണ്ണു തുറക്കട്ടെ. തുടങ്ങുന്നു പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ ഇന്ന് ആദ്യം പോകുന്നത് കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് മേൽ കരിനിഴൽ വീഴ്ത്തിയ ഒരു സംഭവത്തിലേക്കാണ്. മൂന്നാർ സന്ദർശനത്തിനെത്തിയ മുംബൈ സ്വദേശിനിയായ അധ്യാപികയ്ക്ക് ടാക്സി ഡ്രൈവർമാരിൽ നിന്ന് ദുരനുഭവം നേരിട്ടത് വ്യാഴാഴ്ചയാണ്. സംഭവത്തിൽ 3 ഡ്രൈവർമാർ ഇന്ന് അറസ്റ്റിലാവുകയും 2 പോലീസുകാർ സസ്പെൻഷനിലാവുകയും ചെയ്തു. ചിലരുടെ സംഘടിത ശക്തിക്ക് കേരളത്തിലെ വിനോദസഞ്ചാര രംഗം തകർക്കാൻ സർക്കാർ അനുവദിക്കരുതെന്നേ പൊതുജനം കഴുതയല്ല സാർ പറയാനുള്ളൂ. ഏതായാലും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കാണാം. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന വിശേഷണത്തിൽ നിറയുന്ന കേരളത്തിലേക്കെത്തുമ്പോൾ മുംബൈയിലെ ജാൻവി എന്ന അധ്യാപിക കരുതിയിട്ടുണ്ടാകില്ല ഈ യാത്ര ദുരനുഭവമാകുമെന്ന്. ഓൺലൈനായി ബുക്ക് ചെയ്ത ടാക്സിയിൽ കൊച്ചിയും ആലപ്പുഴയും സന്ദർശിച്ച ശേഷമാണ് ജാൻവിയും സുഹൃത്തുക്കളും മൂന്നാറിലെത്തിയത്. മൂന്നാറിൽ ഓൺലൈൻ ടാക്സികൾക്ക് നിരോധനമാണെന്ന് പറഞ്ഞ് ഒരു സംഘം ആളുകൾ ജാൻവി സഞ്ചരിച്ച വാഹനം തടയുകയായിരുന്നു. യാത്ര തുടരുന്നെങ്കിൽ മൂന്നാറിലെ ടാക്സിയിലാകാം എന്ന ഭീഷണിയുമുണ്ടായി. ജാൻവി പോലീസ് സഹായം തേടി. പക്ഷേ ഫലമുണ്ടായില്ല. കയ്യൂക്കുകാർക്കൊപ്പം കാക്കിയും നിലയുറപ്പിച്ചതോടെ ഉല്ലാസയാത്രയ്ക്ക് വിരാമമിട്ട് ജാൻവിയും സംഘവും മടങ്ങി. We found the Uber guy, we started loading our bags, and as soon as we started doing that, out of nowhere, 5 to 6 men appeared. Apparently, they had been following us. These people, they started threatening our cab driver, telling him that he can't take us. Nobody asked us. We obviously didn't understand the language, but we understood the aggression in it and started feeling extremely unsafe. കേരളത്തെ ഏറെ ഇഷ്ടപ്പെട്ടാണ് ഇവിടേക്ക് ജാൻവി വന്നത്. ജാൻവി മാത്രമല്ല, ഇങ്ങോട്ടെത്തുന്ന വിനോദസഞ്ചാരികളൊക്കെ നാടിന്റെ സൗന്ദര്യവും ആതിഥ്യമര്യാദയും അനുഭവിക്കാൻ എത്തുന്നവരാണ്. ഇതാണ് അതിഥികളോടുള്ള മനോഭാവമെങ്കിൽ ഇവിടേക്ക് ആര് വരാൻ? ഉണ്ണുന്ന ചോറിൽ കല്ലിടരുത് എന്നൊരു നാട്ടുമൊഴിയുണ്ട്. മൂന്നാറിലെ ടാക്സി ഡ്രൈവർമാരുടെ പ്രവൃത്തിയെ വിശേഷിപ്പിക്കാൻ മറ്റൊരു വാക്കില്ല. എന്നാൽ നിലപാട് മാറ്റാൻ തയ്യാറല്ല എന്നാണ് അവരുടെ പ്രതികരണം തെളിയിക്കുന്നത്. ഹൈക്കോടതിന്റെ ഉത്തരവുകൾ ഇറങ്ങിയതാണ്. കുറേ പ്രശ്നങ്ങൾ ഈ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അത് ആ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ഹൈക്കോടതിന്റെ ഉത്തരവ് വന്നിട്ടുണ്ട്. ഊബറിന് എവിടെ പോയി കഴിഞ്ഞാലും ട്രിപ്പ് എടുക്കാന്നുള്ളത്. അങ്ങനെ അവർ പറഞ്ഞില്ല, സമ്മതിക്കില്ല, ട്രിപ്പ് എടുക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവരോട് പറഞ്ഞു. അവർ പോലീസിനോട് അവർ വിളിക്കുന്നുണ്ട്. പോലീസിന് ഞാൻ ഓക്കെ, നിങ്ങൾ വിളിച്ചോ, ഞാൻ വെയിറ്റ് ചെയ്യാം. കസ്റ്റമർ പറഞ്ഞു ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ വിളിച്ചോ, പ്രശ്നമില്ല, ഞങ്ങൾക്ക് ഊബറിൽ തന്നെ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ വിളിക്കുന്ന പോലീസിനല്ല, അവിടെ അവർക്കുള്ള ഒരു ലോക്കൽസിനാണ് വിളിച്ചിരുന്നത്. അങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ വന്നുകൊണ്ടേ ഉണ്ടായിരുന്നു. അങ്ങനെ വന്ന് ഞാൻ ചോദിച്ചു പോലീസിനെ വിളിച്ചോ, വിളിച്ചിട്ടുണ്ട്, പോലീസ് ഇപ്പോൾ വരും പറഞ്ഞു. അങ്ങനെ ഏകദേശം ഒരു അരമണിക്കൂറോളം ഇങ്ങനെ അവരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഉണ്ട്. അങ്ങനെ പോലീസ് വരുന്ന കാണാത്തതുകൊണ്ട് ഞാൻ 112 വിളിച്ച് എൻ്റെ ഗസ്റ്റും ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഉണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക്. ഞാൻ 112 വിളിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു. അവർ പറഞ്ഞു ഇല്ല, പെട്ടെന്ന് പോലീസ് എത്തും. അങ്ങനെ ഒരു 5 മിനിറ്റുള്ളിൽ പോലീസ് എത്തി. പോലീസ് എത്തിയിട്ട് പോലീസും ആദ്യം പറയുന്നത് എന്താ, നിനക്ക് ഇവിടുത്തെ ട്രിപ്പ് എടുക്കാൻ പറ്റൂല എന്ന് അറിയില്ലേ എന്നാണ്. പല പ്രാവശ്യം ഇതുപോലെ മറ്റു ഡ്രൈവേഴ്സിനും ഉണ്ടായിട്ടുണ്ട് മൂന്നാറിൽ വെച്ച്. പലരും പോലീസ് അവിടെ സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൂടി ചെയ്തതാണ്. പോലീസുകാർ അതൊരു കാര്യമായി കാണാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇത്ര ഒരു നാഷണൽ ലെവലിലേക്ക് ഈ ഇഷ്യൂ വൈറലായി പോയത്. അവരത് കാര്യമായിട്ട് എടുത്ത് അപ്പോൾ തന്നെ സോൾവ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ നാഷണൽ ഇഷ്യൂ ആയിട്ട് മാറില്ലായിരുന്നു. നമ്മളെ ടൂറിസ്റ്റ് മേഖലയ്ക്ക് തന്നെ ഒരു മൈനസ് മാർക്കാണ് ഈ ന്യൂസ് ഇപ്പോൾ ഇത്ര പബ്ലിക് ആയതിൻ്റെ കാരണം. കുറഞ്ഞ നിരക്കും മികച്ച സേവനവും സുരക്ഷിതത്വവുമാണ് മിക്ക വിനോദസഞ്ചാരികളും തെരഞ്ഞെടുക്കുക. വാഹനങ്ങൾ തിരഞ്ഞെടുക്കാനും യാത്ര ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം യാത്രക്കാരുടേതാണ്. അതിനു മേലാണ് സംഘടിത ശക്തിയുടെ മറവിൽ മൂന്നാറിലെ ടാക്സി ഡ്രൈവർമാരുടെ കുതിരകയറ്റം. ഇക്കാര്യത്തിൽ ഏതെങ്കിലും പ്രത്യേക യൂണിയൻ എന്നില്ല. CITU മുതൽ INTUCയും BMSും വരെ ഒറ്റക്കെട്ടാണ്. ഇത്തരം സംഘടിത ഭീഷണികൾക്കെതിരെ ശക്തമായ നടപടിയാണ് ടൂറിസം മന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ്. അത് ബന്ധപ്പെട്ട മറ്റ് വകുപ്പുകളുണ്ട്. ആ വകുപ്പുകളിലെ മന്ത്രിമാരും മറ്റ് സംഘടനകളുമൊക്കെയായി ചർച്ച ചെയ്യേണ്ട പ്രശ്നമാണ്. വളരെ സുരക്ഷിതമായി ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ആസ്വദിക്കാനും ജീവിക്കാനും പറ്റുന്ന സ്ഥലം കേരളമാണ്. ശക്തമായ നടപടിയില്ലെങ്കിൽ കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയുടെ കടക്കൽ കത്തിവെക്കലാകും എന്നതിൽ തർക്കമില്ല. ഇത്തരം പ്രവണതകൾ മുളയിലേ നുള്ളിയില്ലെങ്കിൽ
കേരളത്തിലെ വിനോദസഞ്ചാര രംഗത്തിന് തിരിച്ചടിയാകുമെന്ന് ഈ രംഗത്തുള്ളവർ പറയുന്നു. നമ്മൾ കേരളത്തിൽ കാണുന്നത് പല സ്ഥലങ്ങളിലും അങ്ങനെയുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലുള്ള ടാക്സി സർവീസുകൾ നടത്താനായിട്ട് പല ടാക്സി ഡ്രൈവർമാരും സമ്മതിക്കുന്നില്ല. അത് അങ്ങനെ ഒരു നിയമമില്ല, അത് നിയമവിരുദ്ധമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മളുടെ കേരളത്തിലെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഗവൺമെൻറ് ഇങ്ങനെയുള്ള ഈ രീതിയിലുള്ള അക്രമം കാണിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം. കാലം യാത്രകളുടേത് കൂടിയാണ്. കൂടെ നമുക്കൊപ്പമുള്ള സാങ്കേതിക വിദ്യകളും അനുദിനം മാറുന്നു. അതോടൊപ്പം നമ്മൾ നിന്നില്ലെങ്കിൽ അവഗണന തന്നെയാണ് ഫലം. മാറുന്ന കാലത്ത് മാറ്റത്തിനൊപ്പം നിൽക്കാം. പൊതുജനം കഴുതയല്ല സാർ. ഈ വാർത്തയോട് നിരവധി പ്രേക്ഷകർ പ്രതികരിക്കുന്നുണ്ട്. സീന മുഹമ്മദ് പറയുന്നു, അതിഥി ദേവോ ഭവ എന്നത് നമ്മൾ മറന്നുപോയോ എന്ന്. അതുപോലെ സുജേഷ് പറയുന്നു, തീർച്ചയായും മോശം പ്രവൃത്തിയായിപ്പോയി എന്ന്. മിനിബാബു പറയുന്നു, ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പേര്, പക്ഷേ ഇപ്പോൾ ഇവിടെ നടക്കുന്ന എല്ലാം നരകതുല്യമായ കാര്യങ്ങളാണ്, കഷ്ടം തന്നെ എന്നാണ് പറയുന്നത്. എബ്രഹാം തോമസ് പറയുന്നു, ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളം വന്ന് ചെകുത്താൻ്റെ സ്വന്തം നാടായി മാറിയിരിക്കുന്നു എന്ന കാര്യം. വിക്രമൻ ഓയൂർ പറയുന്നു, ചില പുഴുക്കുത്തുകൾ എല്ലായിടത്തും കാണുമെന്ന്. ജോസിൻ ജോസഫ് പറയുന്നു, മൂന്നാറിൽ മാത്രമല്ല കേരളത്തിൻ്റെ പല ഭാഗത്തും ദുരനുഭവം ഉണ്ടാകുന്നുണ്ട് എന്ന്. ഇങ്ങനെ വിവിധ പ്രതികരണങ്ങൾ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ഈ വാർത്തയോട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഏതായാലും സർക്കാർ ഇക്കാര്യത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണം. വിനോദസഞ്ചാരികൾ അവർക്ക് മനസ്സ് തുറന്ന് കേരളം കാണുന്നതിനും അവർക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കുന്നതിനും ഒക്കെയുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഒക്കെ അവർക്ക് വിട്ടു നൽകണം. ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് ഇച്ഛാശക്തിയോടുകൂടിയുള്ള നടപടികൾ ഉണ്ടാകേണ്ടത്. ഇനി ഈ വിനോദസഞ്ചാര മേഖലയിൽ നിന്നുള്ള ഒരു വൈറൽ വീഡിയോയിലേക്കാണ്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം നിന്നുള്ള ഈ വീഡിയോ എമ്മ എന്ന ബ്രിട്ടീഷ് യുവതിയാണ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത്. മലയാളി സ്ത്രീകൾ എമ്മയോടും ഒപ്പമുള്ള അലക്സിനോടും എവിടെ നിന്ന് വന്നു എന്ന് ചോദിക്കുന്നു. ഇംഗ്ലണ്ടിൽ നിന്നാണെന്ന് പറഞ്ഞതോടെ ഇംഗ്ലീഷുകാർ ഇന്ത്യയെ കൊള്ളയടിച്ചതിൻ്റെ കാര്യമാണ് ഈ കൂട്ടത്തിലുള്ള ഒരു സ്ത്രീ പറയുന്നത്. കൊള്ളയടിച്ച കോഹിനൂർ രത്നം തിരിച്ചു തരാനും ഈ സ്ത്രീ പറയുന്നുണ്ട്. ഇക്കാര്യം ചാൾസ് രാജാവിനോട് പറയാമെന്ന് എമ്മയ്ക്കൊപ്പമുള്ള അലക്സ് മറുപടിയും നൽകി. വീഡിയോയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി കമൻറ്റുകളാണ് ഈ എമ്മ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ആ വീഡിയോയ്ക്ക് താഴെ വന്നുകൊണ്ടിരിക്കുന്നത്. ആ വീഡിയോ ഒന്ന് കാണാം. English people has looted us, Indians. When will you give back it to us? When I give it back, I haven't got out to give you. You have to speak to my ancestors. Treasure, black pepper, everything. But they did build a good railway Kohinoor is precious and the rarest diamond they have looted from here. Give it back to India. I'll speak to the boss. We'll speak to King Charles and let you know. Well, I didn't expect that to happen today. ഇനി മറ്റൊരു വാർത്തയിലേക്കാണ്. സംസ്ഥാനത്ത് ഹൈവേ വികസന പദ്ധതികൾ നടക്കുകയാണ്. റോഡ് നന്നാവുമ്പോൾ കീസയും യാത്രക്കാർ നിറയ്ക്കേണ്ടി വരും. അതിൻ്റെ ഉദാഹരണമായിട്ടുള്ള ഒരു വാർത്തയിലേക്കാണിത്. 22 കിലോമീറ്റർ ദൂരത്തിനിടെ 2 ടോൾ പ്ലാസകൾ. കാസർഗോഡ് ആരിക്കാടിയിലെ ടോൾ ഗേറ്റിനെതിരായ ഹർജിയിൽ വിധി വരും മുമ്പേ നിർമ്മാണം പൂർത്തിയാക്കിയ ടോൾ ഗേറ്റിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ടു തുടങ്ങി. ടോൾ പിരിവ് ആരംഭിച്ചാൽ പ്രതിഷേധം കനപ്പിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. തലപ്പാടിയിലാണ് നിലവിൽ ടോൾ പ്ലാസ പ്രവർത്തിക്കുന്നത്. അവിടെ നിന്ന് ആരിക്കാടിയിലെ ഈ ടോൾ പ്ലാസയിലേക്ക് വെറും 22 കിലോമീറ്റർ മാത്രമാണ് ദൂരം. ഇത്രയും ദൂരത്തിനകത്ത് 2 ടോൾ പ്ലാസകൾ പാടില്ല എന്ന നിയമമുള്ളപ്പോഴാണ് നിർമ്മാണം പൂർത്തിയാക്കിയ ടോൾ ഗേറ്റിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ടു തുടങ്ങിയത്. ആരിക്കാടിയിലെ ടോൾ ഗേറ്റ് സ്ഥാപിക്കുന്നതിനെതിരെ കോടതിയിൽ ആക്ഷൻ കമ്മിറ്റി നൽകിയ ഹർജിയിൽ അന്തിമവിധി വന്നിട്ടില്ല. ഇതിനു മുമ്പെയാണ് നിർമ്മാണം പൂർത്തിയാക്കിയ ടോൾ ഗേറ്റിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ടു തുടങ്ങിയത്. ടോൾ ഗേറ്റ് സ്ഥാപിക്കുന്നതിനെതിരെ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നീണ്ടുനിന്ന പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. ഇത് മറികടന്ന് പോലീസ് സംരക്ഷണത്തിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ഓരോ വശത്തേക്കും 3 ലൈനുകളായി വാഹനങ്ങൾ കടന്നുപോകാൻ സൗകര്യമുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ചാൽ ദേശീയപാത അതോറിറ്റി ചുങ്കം പിരിച്ചു തുടങ്ങും. എന്നാൽ കോടതി വിധി ആക്ഷൻ കമ്മിറ്റിക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയാണ് നാട്ടുകാർക്ക്. അല്ലെങ്കിൽ ഇരുഭാഗങ്ങളിലേക്കും വാഹനങ്ങളുമായി പോകുന്നവർക്ക് ടോളായി വൻ തുക നൽകേണ്ടി വരും. കിലോമീറ്ററിനകത്ത് നിയമപരമായി ഒരു ടോൾ ബൂത്ത് സ്ഥാപിക്കണമെങ്കിൽ അതിന് പ്രത്യേക കാരണം പറയണം. അങ്ങനെ പറയത്തക്ക കാരണം ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ഇത്
ദേശീയപാത അതോറിറ്റി ജനങ്ങളെ വെല്ലുവിളിക്കുകയും തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ദേശീയപാത പറയുന്നത് എന്താ പറഞ്ഞാൽ ഞങ്ങൾ കോടതിയിൽ നിന്ന് അനുകൂലമായി വിധിയുണ്ട് എന്നാണ്. അതാണ് നിയമസഭയിൽ ഉൾപ്പെടെ അവർ എഴുതി കൊടുത്ത കാര്യം മന്ത്രി വായിച്ചപ്പോൾ പറഞ്ഞത്. പക്ഷേ അങ്ങനെ ഒരു ഉത്തരവ് അവർക്കില്ല. 22 കിലോമീറ്ററിൽ 2 ടോൾ കൊടുത്തിട്ട് പോകുന്ന ടാക്സിക്കായാലും ഭയങ്കര ഒരു ബുദ്ധിമുട്ടൊക്കെ കാര്യമാണ്. നമ്മളെ വീടായാലും ഒരു 5 കിലോമീറ്ററിൻ്റെ ദൂരത്തിലാണ് ഉള്ളത്. കാരണം എല്ലാവരും നമ്മൾ എതിർപ്പായിട്ടുണ്ട്. നമുക്ക് ബുദ്ധിമുട്ടായ കാര്യം ടൗണിലേക്ക് വരുമ്പോഴേക്കും എല്ലാ വണ്ടിക്കും ഈ ടോൾ കൊടുത്തിട്ട് 200 രൂപ കൊടുത്തിട്ട് നമുക്ക് വന്ന് ഈ കുമ്പള ടൗണിലേക്ക് നമുക്ക് വലിയ ബുദ്ധിമുട്ടായ കാര്യം. ദേശീയപാത തലപ്പാടി ചെർക്കള 1ാം ഘട്ട നിർമ്മാണ പ്രവൃത്തി പൂർത്തിയായതോടെയാണ് ടോൾ ഗേറ്റ് നിർമ്മിക്കാൻ നടപടി തുടങ്ങിയത്. ഇതിനെതിരെ ആക്ഷൻ കമ്മിറ്റി കോടതിയെ സമീപിക്കുകയായിരുന്നു. ആരിക്കാടിയിലെ ടോൾ പ്ലാസ താൽക്കാലികമാണ് എന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ വിശദീകരണം. ദേശീയപാത 2ാം ബ്രിഡ്ജിലെ ടോൾ പ്ലാസ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാകുന്നതുവരെ ആരിക്കാടിയിൽ നിന്ന് ചുങ്കം പിരിക്കാനാണ് ദേശീയപാത അതോറിറ്റിയുടെ നീക്കം. ഇത് മഞ്ചേശ്വരം, മംഗൽപാടി, കുമ്പള, മുഗ്രാൽപുത്തൂർ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിലെ നിരവധി വാഹന ഉടമകൾക്ക് ദുരിതമാകും. മംഗലാപുരത്ത് പോകുന്നവർക്കും അവിടെ നിന്ന് വരുന്നവർക്കും ഇരട്ടി ടോളാണ് നൽകേണ്ടി വരിക. വൈകാതെ ടോൾ പിരിക്കാനുള്ള നീക്കത്തിലാണ് ദേശീയപാത അതോറിറ്റി. എന്നാൽ ടോൾ പിരിവ് ആരംഭിച്ചാൽ സമരം ശക്തമാക്കാനാണ് ആക്ഷൻ കമ്മിറ്റിയുടെയും നാട്ടുകാരുടെയും തീരുമാനം. കാസർഗോഡ് നിന്ന് രജീഷ് കരുവള്ളൂരിനൊപ്പം സമീർ സി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ. രവികുമാർ PB പറയുന്നു, റോഡ് നിർമ്മിക്കുന്നത് തന്നെ ടോൾ പിരിക്കാനാണെന്ന് ഇപ്പോൾ പറയാം. ഈ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നത്. ഏതായാലും വികസനം നല്ലതാണ്, പക്ഷേ സാധാരണക്കാരുടെ കീശ ചോർത്തുന്ന പരിപാടി അത്ര നല്ലതല്ല. ഇനി മറ്റൊരു വാർത്തയിലേക്കാണ്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ അപകടങ്ങൾ തുടർക്കഥയായ അലിമുക്കിലെ കൊടും വളവിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ പൊതുജനം കഴുതയല്ല എന്ന ഈ പരിപാടിയിലൂടെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. വാർത്തയ്ക്ക് പിന്നാലെ പൊതുജനരോഷം അണപൊട്ടി. ഒടുവിൽ അധികൃതർക്ക് കണ്ണു തുറക്കേണ്ടി വന്നു. ഇന്ന് ഇവിടെ വേഗനിയന്ത്രണ സംവിധാനങ്ങൾ ഒരുക്കി തുടങ്ങിയിരിക്കുകയാണ്. 24 ഇംപാക്റ്റ്. അലിമുക്കിലെ അപകട തുടർച്ച ഞങ്ങൾ റിപ്പോർട്ട് ചെയ്ത ദിവസങ്ങൾ കഴിയും മുമ്പ് തന്നെ വീണ്ടും ഇവിടം അപകടത്തിന് വേദിയായി. കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ ഒന്നിനു പിറകെ ഒന്നായി അപകടങ്ങൾ. 10 പിന്നിട്ടൊടുവിൽ 11ലേക്ക് എത്തി. സ്ഥലം MLA കൂടിയായ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ചു. അപകടം ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞ് 1 മാസം പിന്നിട്ടിട്ടും നടപടികൾ എങ്ങുമെത്താതായതോടെ കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ സ്ഥലത്തു നിന്നും നീക്കം ചെയ്യുന്നതിനിടെ പോലീസുമായി ഉന്തും തള്ളുമാണ്. സമരക്കാർ പോലീസ് വാഹനം തടഞ്ഞിട്ടു. KPCC അംഗം CR നജീബായിരുന്നു പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തത്. നിരന്തരമായി അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ പാത അശാസ്ത്രീയമായ നിർമ്മാണം കാരണം ഇപ്പോൾ 12ാമത്തെ തവണയാണ് ഇവിടെ നിന്ന് കടന്നു വരുന്ന വാഹനങ്ങൾ നേരെ വന്ന് ഈ കടകളിലേക്ക് കയറുന്നത്. 2 വശങ്ങളിലായി സ്പീഡ് ബ്രേക്കർ വെച്ചുകൊണ്ട് ഈ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനോ അധികാരികളുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നടപടികളും ഉണ്ടാകുന്നില്ല. അലിമുക്കിലെ അപകടത്തിന് അറുതി വരുത്താൻ രാഷ്ട്രീയം മാറ്റിവെച്ച് ജനങ്ങൾ ഒന്നിച്ച് സമരത്തിനിറങ്ങാൻ തീരുമാനിച്ചതോടെ ഇതാ അടിയന്തര പരിഹാരം ഉണ്ടായിരിക്കും. 24 വാർത്തയ്ക്ക് പിന്നാലെ പ്രതിഷേധം കനത്തു. ഇതോടെ ഒരു ദിവസം കൊണ്ട് പരിഹാരമൊരുക്കി KSTP. സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിക്കുന്ന നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണിവിടെ. എന്നാൽ ഈ നിർമ്മാണ പ്രവൃത്തികൾ അശാസ്ത്രീയമാണെന്നാണ് ചിലരുടെ ആക്ഷേപം. ഈ ബ്രേക്കറിന്റെ നിർമ്മാണം പോലും ഞങ്ങൾക്ക് തൃപ്തികരമല്ല. കാരണം ഈ ബ്രേക്കർ സ്ഥാപിക്കുന്നത് മൂലം അപകടം കുറയുന്നില്ല, അപകടം കൂടത്തതേ ഉള്ളൂ. കാരണം ഈ ബ്രേക്കർ സ്ഥാപിച്ചതിന് 50 മീറ്റർ മാറി ചെറിയ 2 ലെയറെങ്കിലും ഉള്ള ഒരു ചെറിയ ബ്രേക്കർ കൂടെ സ്ഥാപിച്ചാൽ മാത്രമേ വാഹനത്തിന് നിയന്ത്രണം കൈക്കലാക്കാൻ പറ്റത്തുള്ളൂ. സ്പീഡ് ബ്രേക്കറുകൾക്ക് പുറമെ സിഗ്നൽ ലൈറ്റുകൾ കൂടി സ്ഥാപിക്കണം. സംരക്ഷണ വേലികൾ കൂടുതൽ ഉറപ്പുള്ളതാകണം. അങ്ങനെ അപകടവളവെന്ന ചീത്തപ്പേര് അലിമുക്കിന് പൂർണ്ണമായും ഇല്ലാതാക്കണം. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നതുപോലെയാണ് നമ്മുടെ നാട്ടിലെ ചില കാര്യങ്ങൾ. വൈകിയാണെങ്കിലും നല്ല ബുദ്ധി ഉദിച്ച ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ അധികൃതർക്ക് കഴിഞ്ഞതിൽ സന്തോഷം. സുജിത് സുരേന്ദ്രൻ, 24 കൊട്ടാരക്കര. പൊതുജനം കഴുതയല്ല സാർ. ഈ കൊല്ലം പുനലൂരിലെ അലിമുക്കിലെ ബൈജുവിൻ്റെ കടയിലാണ് 10 തവണ കാറ് ആ വളവിൽ നിന്നും അമിത വേഗത്തിൽ വന്ന് ഇടിച്ചു കയറിയത്. ആ വാർത്തയും കഴിഞ്ഞ ദിവസം പൊതുജനം
കഴുതയിലൂടെ പ്രക്ഷേപണം ചെയ്തിരുന്നതാണ്. ഏതായാലും പൊതുജനം കഴുതയല്ല സാർ എന്ന പരിപാടിയുടെ ഇമ്പാക്റ്റ് പ്രേക്ഷകർ കണ്ടല്ലോ. ഇപ്പോൾ അവിടെ സ്പീഡ് ബ്രേക്കർ ആകുന്നു, വേഗനിയന്ത്രണ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നു. അങ്ങനെ പല ഇതുമായി ബന്ധപ്പെട്ട് ഈ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ, ജനകീയ രോഷം ഇതേ തുടർന്ന് ഈ പൊതുജനം കഴുതയല്ല സാർ എന്ന പരിപാടിയിൽ സംപ്രേഷണം ചെയ്ത വാർത്തയെ തുടർന്ന് ജനങ്ങൾ തന്നെ തെരുവിലേക്ക് ഇറങ്ങുകയും അവിടെ ഇപ്പോൾ ഈ വേഗനിയന്ത്രണ സംവിധാനങ്ങളൊക്കെ കൊണ്ടുവരികയും ചെയ്തിരിക്കുകയാണ്. ഇനി ഈ റോഡുമായി ബന്ധപ്പെട്ട തന്നെ മറ്റൊരു വാർത്തയിലേക്കാണ്. പക്ഷേ ഈ വാർത്ത വരുന്നത് അങ്ങ് കണ്ണൂരിൽ നിന്നാണ്. റോഡിനായി അവകാശവാദം ഉന്നയിച്ച് KPCC പ്രസിഡന്റും പേരാവൂർ MLAയുമായ സണ്ണി ജോസഫും ഇരിട്ടി നഗരസഭയും നേർക്കുനേർ വന്നതോടെ ഉദ്ഘാടനം പ്രതിഷേധവേദിയായി. CPIM പ്രതിഷേധത്തിനും സണ്ണി ജോസഫ് MLAയുടെ ഇറങ്ങിപ്പോക്കിനും ചടങ്ങ് സാക്ഷ്യം വഹിച്ചു. ആ റിപ്പോർട്ട് കാണാം. നാട്ടുകാർക്ക് റോഡായി, പക്ഷേ അവകാശവാദത്തിന്റെ അലയൊലികൾ തുടരും. പേരാവൂർ മണ്ഡലത്തിലെ ചാവശ്ശേരി കൊട്ടാരം റോഡ് ഉദ്ഘാടനമാണ് പ്രതിഷേധത്തിന്റെ ഗട്ടറിൽ വീണത്. 1.25 കോടി ചിലവിലാണ് റോഡ് നിർമ്മിച്ചത്. LDF ഭരിക്കുന്ന ഇരിട്ടി നഗരസഭയുടെ അധ്യക്ഷയെ ഉദ്ഘാടകയായി നിശ്ചയിച്ചു. അപ്പോഴാണ് MLA ഓഫീസിന്റെ അറിയിപ്പെത്തിയത്. സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച റോഡാണെന്നും MLAയാണ് ഉദ്ഘാടനം ചെയ്യേണ്ടതെന്നുമായിരുന്നു അറിയിപ്പ്. അതോടെ കാര്യങ്ങൾ ടാറുപോലെ ഉരുകിത്തിളച്ചു. റോഡ് ഉദ്ഘാടനം ചെയ്യാൻ സണ്ണി ജോസഫ് MLA സ്ഥലത്തെത്തി. 1.25 കോടിയുടെ റോഡിൽ MLAക്ക് റോളില്ലെന്ന മുദ്രാവാക്യവുമായി CPIM രംഗത്തെത്തി. CPIM പ്രതിഷേധത്തിൽ സണ്ണി ജോസഫ് കുലുങ്ങിയില്ല. തന്നെ ഒഴിവാക്കാനാണ് CPIM ശ്രമമെന്നാരോപിച്ച അദ്ദേഹം വേദി വിട്ടിറങ്ങി. CPM ലോക്കൽ സെക്രട്ടറി ഈ ചടങ്ങിൽ കയറി പ്രസംഗിച്ച ലോക്കൽ സെക്രട്ടറി രാഷ്ട്രീയമായിട്ട് എന്നെ ആക്ഷേപിച്ച്, കോൺഗ്രസ് പാർട്ടി ആക്ഷേപിച്ച്, APC പ്രസിഡന്റ് എന്ന് വിളിച്ചിട്ടാണ് എന്നെ അവഹേളിച്ചത്. CPMന് ചേരുന്ന ശൈലിയായിരിക്കും. ഭയപ്പെടുത്തി ഞങ്ങളെ ഇല്ലാതാക്കാമെന്ന് കരുതുന്നെങ്കിൽ തെറ്റിപ്പോയി. ഇന്നത്തെ എൻ്റെ പ്രതികരണം അവിടെ CPM അണികളിൽ തന്നെ അവരുടെ സമീപനത്തോട് ശക്തമായ എതിർപ്പുണ്ടാക്കിയിട്ടുണ്ട്. നവകേരള സദസ്സിൽ നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് റോഡ് നിർമ്മാണത്തിന് തുക അനുവദിച്ചതെന്നും സണ്ണി ജോസഫ് നവകേരള സദസ് ബഹിഷ്കരിച്ചിരുന്നെന്നും CPIM പറയുന്നു. ഏതായാലും നാടിന്റെ നല്ല കാര്യത്തിന്റെ തുടക്കം അവകാശ തർക്കത്തിൽ മങ്ങിയെന്നാണ് നാട്ടുകാരിൽ ചിലർ പറയുന്നത്. 24 കണ്ണൂർ. പൊതുജനം കഴുതയല്ല സാർ. സൂരജ് ലാമയെ കണ്ടെത്താൻ 20 അംഗ പോലീസ് സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണിപ്പോൾ. അപ്പോൾ പ്രേക്ഷകർക്ക് സ്വാഭാവികമായും സംശയം വരും, ആരാണ് ഈ സൂരജ് ലാമ? കുവൈറ്റിലെ ബിസിനസ്സുകാരനും ഹോട്ടൽ ഉടമയുമായ സൂരജ് ലാമയ്ക്ക് ഓർമ്മ നഷ്ടപ്പെട്ടത് അടുത്തിടെ കുവൈറ്റിൽ സംഭവിച്ച മദ്യ ദുരന്തത്തിലാണ്. ഓർമ്മ നഷ്ടപ്പെട്ട നിലയിൽ കുവൈറ്റിൽ നിന്ന് ആരോ സൂരജ് ലാമയെ കൊച്ചിയിലേക്ക് വിമാനം കയറ്റിവിട്ടു. വീട്ടുകാരെ ഈ ലാമ കൊച്ചിയിലേക്ക് വരുന്ന കാര്യം അറിയിച്ചതുമില്ല. ബംഗളൂരു സ്വദേശികളാണ് ഈ സൂരജ് ലാമയും അദ്ദേഹത്തിൻ്റെ കുടുംബവുമൊക്കെ. ഈ ബംഗളൂർ സ്വദേശിയായ സൂരജ് ലാമയെ 1 മാസമായിട്ടും കണ്ടെത്താനായില്ല. അദ്ദേഹം കൊച്ചിയിൽ വിമാനമിറങ്ങി, പിന്നീട് അദ്ദേഹത്തെ കാണാതായി. ഇപ്പോഴും പോലീസും കുടുംബവുമൊക്കെ അദ്ദേഹത്തെ അന്വേഷിക്കുകയാണ്. പോലീസിൻ്റെ ഗുരുതരമായ വീഴ്ച നമുക്ക് ഇതിൽ കാണാനാകും. ഒക്ടോബർ 5-ന് നെടുമ്പാശ്ശേരിയിൽ വന്നിറങ്ങിയ സൂരജ് ലാമയെ ഒക്ടോബർ 10-ന് പോലീസ് കണ്ടെത്തിയെങ്കിലും വളരെ ലാഘവത്തോടുകൂടി അദ്ദേഹത്തെ ഒഴിവാക്കി വിടുകയായിരുന്നു. പിന്നീട് മകൻ ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് പോലീസ് ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. അപ്പോഴേക്കും ലാമ എവിടെയെന്ന് അറിയാൻ കഴിയാത്ത നിലയുമായി. അതേക്കുറിച്ചുള്ള റിപ്പോർട്ട് കാണാം. കുവൈത്തിൽ വലിയ വ്യവസായിയായിരുന്ന സൂരജ് ലാമ അവിടെ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയും അതിനുശേഷം അദ്ദേഹത്തിന് ഓർമ്മശക്തി നഷ്ടപ്പെടുകയും ചെയ്തു. അത് ഒരു വിഷമദ്യ ദുരന്തത്തിന്റെ ഇരയായിട്ടാണ് എന്നുള്ളത് പറയപ്പെടുന്നു. എന്തായാലും അവിടെ നിന്ന് എമർജൻസി സർട്ടിഫിക്കറ്റിൽ അദ്ദേഹത്തെ അവിടെയുള്ളവർ തിരിച്ചയച്ചത് അദ്ദേഹത്തിന്റെ സ്വന്തം നാടായ ബാംഗ്ലൂരിലേക്കല്ല, മറിച്ച് കൊച്ചിയിലേക്കാണ്. അങ്ങനെ ഓർമ്മ നഷ്ടപ്പെട്ട ആ 58 വയസ്സുള്ള സൂരജ് ലാമ ഒക്ടോബർ 5-ന് നെടുമ്പാശ്ശേരിയിൽ വന്നിറങ്ങുന്നു. അവിടെ നിന്ന് അദ്ദേഹം പല ഭാഗങ്ങളിൽ അലഞ്ഞു. പിന്നീട് അങ്ങോട്ട് നമുക്ക് ഈ കേസിൽ കാണാൻ കഴിയുന്നത് കേരള പോലീസിന്റെ ഗുരുതരമായ അനാസ്ഥയാണ്. ഇപ്പോൾ നാളേക്ക് 30 ദിവസം പിന്നിട്ടു സൂരജ് ലാമയെ അന്വേഷിച്ച് മകൻ ഈ കൊച്ചിയിലൂടെ അലയുകയാണ്. നെടുമ്പാശ്ശേരിയിൽ വന്നിറങ്ങിയ സൂരജ് ലാമ ആലുവ മെട്രോ സ്റ്റേഷൻ, കളമശ്ശേരി, തൃക്കാക്കര ഭാഗങ്ങളിലൂടെയെല്ലാം നടന്നു. ഓർമ്മയില്ലാതെ അന്യനാട്ടിലൂടെ തൃക്കാക്കരയിലെ ഒരു റെസിഡൻസിൽ ലാമയെത്തി. പേരൊഴിച്ച് മറ്റെല്ലാത്തിനും മൗനം മാത്രം മറുപടി നൽകി. അവർ ഭക്ഷണവും വെള്ളവും നൽകി. തൊട്ടടുത്ത പറമ്പിൽ സൂരജ് വിശ്രമിച്ചു. പോലീസിൽ അവർ വിവരമറിയിച്ചു.
പോലീസ് എത്തി ലാമയെ 108 ആംബുലൻസിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു. ആരാണെന്നോ എന്താണെന്നോ അന്വേഷിച്ചതേയില്ല. മെഡിക്കൽ കോളേജിൽ എത്തിയോ എന്ന് പോലും ഒരു തിട്ടവുമില്ല. നമ്മുടെ പണി കഴിഞ്ഞുവെന്ന മട്ടിൽ പോലീസ് അതൊന്നും നോക്കിയില്ല. മെഡിക്കൽ കോളേജിൽ എത്തിയതിനു ശേഷം മാനസികമായ ചില ബുദ്ധിമുട്ടുകൾ കാണിച്ചുവെന്ന് പറയുന്നു. അവിടെ നിന്ന് പിന്നെ ലാമയെ കാണാതാവുകയാണ്. ആർക്കും ഒരു മറുപടിയുമില്ല. ഇപ്പോൾ പോലീസ് അയച്ച ഒരാളെ പറഞ്ഞുവിടുമ്പോൾ പാലിക്കേണ്ട എന്ത് നടപടികൾ കളമശ്ശേരി മെഡിക്കൽ കോളേജ് പാലിച്ചുവെന്ന ചോദ്യം ബാക്കി. ലാമ കൊച്ചിയിലുണ്ടെന്നറിഞ്ഞ് ബാംഗ്ലൂരിൽ നിന്ന് കുടുംബമെത്തി. എല്ലായിടത്തും അന്വേഷിച്ചു, പക്ഷേ കണ്ടില്ല. സൂരജ് ലാമയുടെ കുടുംബം ആദ്യം നെടുമ്പാശ്ശേരി പോലീസിൽ പരാതി നൽകി. പക്ഷേ ഗൗരവമുള്ള ഒരു അന്വേഷണം നടക്കുന്നില്ല എന്നുള്ളത് കണ്ട് സൂരജ് ലാമയുടെ മകൻ സന്തൻ ലാമ അങ്ങനെ ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്തു. ഇത് പരിഗണിച്ച ഹൈക്കോടതി സംസ്ഥാന പോലീസ് മേധാവിയോട് ഒരു പ്രത്യേക അന്വേഷണ സംഘം ഈ കേസ് അന്വേഷിക്കണമെന്ന് നിർദ്ദേശിക്കുകയായിരുന്നു. ഹൈക്കോടതി ഇടപെട്ടതോടെയാണ് പോലീസിനും ചൂടുപിടിച്ചത്. വലിയ ആസ്തിയുള്ള ലാമയ്ക്ക് എന്താണ് യഥാർത്ഥത്തിൽ കുവൈത്തിൽ സംഭവിച്ചത്? വിസ വിവരങ്ങളോ മറ്റു നടപടികളോ ഒന്നും തന്നെ കുവൈത്തിൽ നിന്ന് ഇപ്പോഴും ലഭ്യമായിട്ടില്ല. ഇപ്പോൾ ആദ്യത്തെ ലക്ഷ്യം സൂരജ് ലാമയെ കണ്ടെത്തുക എന്നതാണ്. പറ്റാവുന്ന ഇടങ്ങളിലെല്ലാം തിരയുന്നുണ്ട്. ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് പ്രത്യേക സംഘം അന്വേഷിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനുകളിൽ ഇന്നും പരിശോധന നടന്നു. ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കിയിട്ടുണ്ട്. കയ്യിൽ ലഭിച്ചിട്ടും ഗൗനിക്കാതെ വിട്ടുകളഞ്ഞ സൂരജ് ലാമയ്ക്കായി ഇപ്പോൾ 20-അംഗ പോലീസ് സംഘം സജീവമായ തിരച്ചിൽ നടത്തുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പുകൾ വരെ അതിൽപ്പെടുന്നു. പക്ഷേ ഒരു ചോദ്യം ബാക്കി, ലാമ എവിടെയാണ്? എത്ര നാൾ അച്ഛനെ അന്വേഷിച്ചുള്ള ആ വേദന മകൻ താങ്ങണം? കൊച്ചിയിൽ നിന്ന് വിപിൻ സി വിജയൻ, 24. പൊതുജനം കഴുതയല്ല സാർ. കുഞ്ഞു മുഹമ്മദ് പറയുന്നു, ഓർമ്മക്കുറവുള്ള സൂരജ് ലാമയെ എങ്ങനെ ഒറ്റയ്ക്ക് കുവൈറ്റിൽ നിന്ന് കയറ്റിവിട്ടു? അവിടെ നിന്ന് കയറ്റിവിട്ടവരും കുറ്റക്കാരാണെന്ന്. ഏതായാലും ഈ സൂരജ് ലാമയെ വളരെ വേഗം തന്നെ കണ്ടെത്താൻ കഴിയട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനടുത്തേക്ക് സൂരജ് ലാമയെ കൊണ്ടുപോകാനും നമ്മുടെ കേരള പോലീസിന് കഴിയട്ടെ. കയ്യിൽ വന്ന സൂരജ് ലാമ, അല്ലെങ്കിൽ നാട്ടുകാർ തന്നെ കണ്ടെത്തി നൽകിയ സൂരജ് ലാമ, അദ്ദേഹത്തിൻ്റെ പേര് പോലീസിന് അറിയില്ലായിരുന്നു. പക്ഷേ മെഡിക്കൽ കോളേജിലേക്ക്, കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ആംബുലൻസിൽ കയറ്റി വിട്ടതിന് ശേഷം പിന്നീട് ഒരു വിവരവും തിരക്കാൻ പോലീസ് അങ്ങോട്ടേക്ക് പോയില്ല. ലാമയെ പിന്നീട് കാണാതാവുകയും ചെയ്തു എന്നതാണ് വസ്തുത. ഇനി പൊതുജനം കഴുതയല്ല സാർ പോകുന്നത് തൃശ്ശൂർ വടക്കാഞ്ചേരി നഗരസഭയിലെ ഒരു സംഭവത്തിലേക്കാണ്. വടക്കാഞ്ചേരി നഗരസഭ വാങ്ങിയ പുതിയ വാഹനം ഫ്ലാഗ് ഓഫ് ചെയ്തതിന് പിന്നാലെ പുഴയിലേക്ക് വീണു. വാഹനം പുഴയിൽ മുങ്ങിത്താഴുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. അപകടത്തിൽ വാഹനത്തിലുണ്ടായിരുന്ന 2 പേർക്ക് പരിക്കേറ്റു. ഈ വാർത്തയിലേക്ക് പോകാം. വടക്കാഞ്ചേരി നഗരസഭയുടെ ആവശ്യങ്ങൾക്കായി വാങ്ങിയ പുതിയ വാഹനമാണ് ഫ്ലാഗ് ഓഫിന് പിന്നാലെ പുഴയിലേക്ക് വീണത്. ഇന്നലെ ഉച്ചയോടെ ഉണ്ടായ അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. വാഹനം പുഴയിൽ മുങ്ങിത്താഴുന്നതും വാഹനത്തിലുണ്ടായിരുന്നവർ സഹായം അഭ്യർത്ഥിക്കുന്നതുമാണ് ദൃശ്യങ്ങളിൽ. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അരവിന്ദാക്ഷനും ഡ്രൈവർ ബിന്ദുവുമാണ് അപകട സമയത്ത് വാഹനത്തിലുണ്ടായിരുന്നത്. നഗരസഭാ ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് ഇരുവരെയും രക്ഷപ്പെടുത്തി. വാഹനം മുന്നോട്ടെടുത്തപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.